അങ്ങനെ ഇംതിയാസ് അലി ഈസ് ബാക്ക് ഓൺ ട്രാക്ക് ആഫ്റ്റർ 2 ഡിസാസ്റ്റേഴ്സ്, അമർ സിംഗ്, ചംകീല. ഞാൻ ഒരിക്കലും പറയില്ല പഴയ ഒരു മാജിക്കൽ ക്രിയേഷൻ തിരിച്ചു വന്നു, പക്ഷെ എന്നാലും നമ്മുടെ മനസ്സ് നിറയ്ക്കും ഈ ഒരു ചംകീല എന്ന സിംഗറുടെ ബയോഗ്രഫി കണ്ടതിന് ശേഷം. നമ്മുടെ മനസ്സിലൊരു വേദന ഉണ്ടാകും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ കാലഘട്ടത്ത് ഫെയിം കിട്ടിയ ഒരു സിംഗറായിട്ടാണ് ഞാൻ ചംകീല എന്ന ആ ഒരു വ്യക്തിനെ കാണുന്നത്. ഈ ഒരു കാലഘട്ടത്താണ് ചംകീല എന്ന സിംഗറിന് ഫെയിം കിട്ടുന്നെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ട്രാജഡി അഫക്റ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുൾ ഹാർട്ട് ആൻഡ് സോൾ ഇട്ട് തന്നെയാണ് ഇംതിയാസ് അലി ഈ ഒരു ബയോഗ്രഫി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു സിൻസിയർ ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തന്നെ ഇംതിയാസ് അലി കഥ പറയാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു ബയോഗ്രഫിയുടെ കൂടെ തന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവർ കടന്നു പോകുന്ന കുറെ അനുഭവങ്ങൾ, അവരുടെ യാത്ര, പിന്നെ ചംകീലയുടെ എല്ലാ പ്രവർത്തനങ്ങളും സപ്പോർട്ട് ചെയ്യാണ്ട് ഉള്ളതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നി, ജസ്റ്റിഫൈ ഒന്നും ചെയ്യാണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഇതിലെ എഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഡിസൈനാണ്. റിയൽ ലൈഫിലെ സീൻസും കൂടെ വളരെ രസകരമായിട്ട് തന്നെ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ആ ക്യാരക്ടേഴ്സായിട്ട് കണക്ട് ആവും. പിന്നെ ആ ഒരു കാലഘട്ടം നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മ്യൂസിക്കൽ മൂവിയാണ്. റഹ്മാൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ബട്ട് ശരിയാണ്, ആകെ 70% ശരിക്കുള്ള ചംകീലയുടെ സോങ്സും ബാക്കി 30% റഹ്മാന്റെ. പക്ഷെ എന്നാലും നല്ല സോൾഫുൾ ട്രാക്സ് തന്നെയാണ് റഹ്മാൻ കമ്പോസ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി തൂ ക്യാ ജാനെ, ഇഷ്ക് മിഠായി, വിദാ കറോ എന്നീ സോങ്സ് ജസ്റ്റ് കേട്ട് നോക്കി എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. സിനിമാറ്റോഗ്രഫി, ആർട്ട് ഡയറക്ഷൻ, കോസ്റ്റ്യൂം ഡിസൈൻ, ആനിമേഷൻ വർക്ക്സ് ഒക്കെ വളരെ നല്ല വർക്കാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ വിഷ്വൽ ട്രീറ്റ് ആണ് അവർ സമ്മാനിക്കുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ദിൽജിത്ത് ആണ് ചംകീല എന്ന ക്യാരക്ടർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ദിൽജിത്ത് തന്നെ പാട്ടും പാടിയിരിക്കുന്നത്. സോ നമുക്ക് ആ ഹാർഡ് വർക്ക് നമുക്ക് കാണാൻ പറ്റും. പരിണിതിയും നന്നായിട്ട് തന്നെ ദിൽജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെയും കുറെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാം നന്നായിരുന്നു. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ചെറുതായിട്ട് ഡിപ്പ് ആവും. 2 hours 25 minutes ആണ് ഈ സിനിമയുടെ റൺ ടൈം. അതിപ്പോൾ ആ ചെറുതായിട്ട് ട്രിം ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ എക്സ്പീരിയൻസ് ഡയറക്ടറിന് തരാൻ സാധിച്ചേനെ. പിന്നെ ഈ സിനിമയുടെ എല്ലാ സോങ്സിലും ലിറിക്സും ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ നന്നായിരിക്കും. ഫാസ്റ്റ് ഫോർവേഡും ചെയ്യാണ്ട്. സോ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവും. ഓവറോൾ ഒരു ഫെയ്ത്ത്ഫുൾ, സോൾ ടച്ചിങ് ബയോഗ്രഫി തന്നെയാണ് ബൈ ഇംതിയാസ് അലി.